കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടായി കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള കേസാണ് നിങ്ങൾക്ക് വരാൻ വേണ്ടി പോകുന്നത്. നിങ്ങൾക്കെന്നല്ല, എനിക്കും. ഇനിയിപ്പോൾ ഞാൻ യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്ന ആളാണ്. എനിക്കും ആ വ്യക്തിയെക്കുറിച്ച് ഒരു അപരാധവും എനിക്കിതുവരെയായിട്ടും കേൾക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. നല്ലൊരു വ്യക്തിയായിരുന്നു. അപ്പോൾ ഇവിടെ എന്താണ് സത്യാവസ്ഥ എന്നറിയാതെ നമ്മൾ സംസാരിക്കുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ളവരെ, ഫക്രുദ്ദീൻ പന്താവൂർ അഥവാ വിശാൽ മീഡിയ എന്ന് പറയുന്ന ഒരു ചാനൽ നടത്തിക്കൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന് ഏകദേശം 7 ലക്ഷത്തിനധികമായിട്ട് ഒരു ചാനൽ സബ്സ്ക്രൈബേഴ്സ് നിലവിൽ കാണാൻ വേണ്ടി കഴിയുന്നുണ്ട്. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ നിരന്തരമായിട്ടുള്ള വീഡിയോസൊക്കെ ഞാൻ കണ്ടുകൊണ്ടിരുന്ന ഒരു വ്യക്തിയും കൂടിയാണ്. ഇന്നലെ ഒരു ന്യൂസ് കാണാൻ വേണ്ടി കഴിഞ്ഞത് ഷംനാദ് ഷഹീദ് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ യൂട്യൂബ് ചാനലിലൂടെ കാണാൻ വേണ്ടി കഴിഞ്ഞ ഒരു ന്യൂസ്. ഞാൻ ആദ്യം ഞെട്ടിപ്പോയി കണ്ടപ്പോൾ. ഇത് സത്യമാണോ ഇല്ലയോ, അല്ലെങ്കിൽ ഫേക്ക് ന്യൂസാണോ എന്നിങ്ങനെ കരുതിപ്പോയി. അപ്പോൾ സോഷ്യൽ മീഡിയ കൊണ്ട് ഇത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ നടക്കുന്നുണ്ട്. മാത്രമല്ല നമ്മൾ സൂക്ഷിച്ചില്ല എന്നുണ്ടെങ്കിൽ ജയിലിലേക്ക് പോയി എത്തിച്ചേരുന്നത് വരെ അതിൽ നിന്ന് നമുക്ക് ഉപദ്രവമുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കി. ഈ വിശാൽ മീഡിയ എന്ന് പറയുന്ന വ്യക്തി മോട്ടിവേഷൻ സ്പീക്കറും അതേപോലെ ഇസ്ലാമികപരമായിട്ട് സക്കാത്തിൻ്റെ വിഷയത്തിലോ അല്ലെങ്കിൽ പല സമയത്ത് ഇസ്ലാമിന് വേണ്ടതായ രീതിയിലുള്ള വിഷയങ്ങളൊക്കെ അവതരിപ്പിച്ചുകൊണ്ട് വീഡിയോ ചെയ്തുകൊണ്ടിരുന്ന ഒരു വ്യക്തിയും കൂടിയാണ്. മാത്രമല്ല അത് ന്യൂസും മറ്റു കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ്. ദിവസത്തിൽ ഏകദേശം 3-4 വീഡിയോസൊക്കെ പതിവായി അപ്ലോഡ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ഇനിയിപ്പോൾ വീഡിയോ ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് കമ്മ്യൂണിറ്റി ടാബിലെങ്കിലും പോസ്റ്റെങ്കിലും ഇട്ടുകൊണ്ടിരുന്ന ഒരു വ്യക്തിയും കൂടിയാണ്. ഈ ന്യൂസൊക്കെ എനിക്ക് കേൾക്കാൻ വേണ്ടി കഴിഞ്ഞത് ഷംനാദ് ഷഹീദ് എന്ന് പറയുന്ന ആ ഒരു ചാനലിലൂടെയാണ്. അപ്പോൾ നമ്മളായിട്ട് അതിനെ അന്വേഷിച്ചതല്ല. അതായത് ക്രെഡിറ്റ് മുഴുവനും ആ ഒരു ചാനലിലേക്ക് തന്നെയാണ് പോകുന്നത് എന്നാണ് പറയാനുള്ളത്. അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ അത്ഭുതപ്പെട്ടുപോയി. അദ്ദേഹത്തിനെ പിടിച്ച് ജയിലിലേക്ക് ഇട്ടിരിക്കുകയാണ്. അതിൻ്റെ ചില ഭാഗങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അദ്ദേഹത്തിനെ ജയിലിലേക്ക് കൊണ്ടുപോകുന്ന ദൃശ്യങ്ങളും മാത്രമല്ല TV21 എന്ന് പറയുന്ന T21 എന്ന് പറയുന്ന ആ ഒരു ചാനലിലൂടെയാണ് ഇതിൻ്റെ ന്യൂസ് പുറത്തു വരുന്നത്. അതൊരു മാധ്യമം അല്ലെങ്കിൽ ന്യൂസുകളൊക്കെ അപ്ഡേറ്റ് ചെയ്യുന്നതായ ഒരു ഫേസ്ബുക്ക് പേജാണ്. അതിലൂടെയാണ് ഈ ഒരു വിഷയം പുറത്തു വന്നത് ആദ്യമായിട്ട്. ഇപ്പോൾ ഏകദേശം ഒരു 2 ആഴ്ചത്തോളമായി വീഡിയോ ചെയ്തിട്ട് അവസാനമായിട്ട് ചെയ്ത വീഡിയോ മറ്റ് സിറാജുദ്ദീൻ ലത്തീഫി എന്ന് പറയുന്ന ഒരു ഉസ്താദിൻ്റെ വീഡിയോ ആയിരുന്നു അവസാനമായിട്ട് ചെയ്യുന്നത്. ആ ഒരു വീഡിയോ പോലും അദ്ദേഹം ഫേസ് ക്യാമിലൂടെ വരാതെ വോയിസ് ഓവറിലൂടെ വന്നിട്ടാണ് അദ്ദേഹം വീഡിയോ ചെയ്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നോക്കൂ, ഞാനിവിടെ ഈ വിഷയം നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാനുള്ള ഒരു വിഷയം എന്താണെന്ന് വെച്ചാൽ, നമ്മളൊക്കെ സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്ന ആൾക്കാരാണ്. അറ്റ്ലീസ്റ്റ് ഒരു വാട്സപ്പെങ്കിലും ഇല്ലാത്തതായ വ്യക്തികൾ ഇപ്പോഴത്തെ കാലത്ത് കാണാൻ വേണ്ടി കഴിയില്ല എന്നുള്ളതാണ്. നല്ലവണ്ണം സൂക്ഷിക്കുക. ഇപ്പോൾ ഇദ്ദേഹത്തിന് പറ്റിയിട്ടുള്ള പിഴവ് എന്താണ് അല്ലെങ്കിൽ വീഡിയോ ആണ് എന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ ഏതോ ഒരു വീഡിയോൻ്റെ അകത്ത് സ്ത്രീകളെ അപമാനിച്ചു എന്ന രീതിയിലാണ് ന്യൂസുകളൊക്കെ പുറത്തു വരുന്ന അടിസ്ഥാനത്തിൽ ഞാൻ പറയുന്നത്. പക്ഷേ ഇതിൻ്റെ സത്യാവസ്ഥ അറിയില്ല. അദ്ദേഹത്തിൻ്റെ വീഡിയോസൊക്കെ കാണുമ്പോൾ അത്രയും കുഴപ്പമുള്ള ഒരു വീഡിയോ ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല പേഴ്സണലായിട്ട്. അപ്പോൾ പിന്നെ എന്താണെന്ന് അറിയില്ല കഥ. ശരിക്കുമുള്ള അവതരണം, അതിൻ്റെ വിഷയങ്ങളൊക്കെ അദ്ദേഹം ഇനി വന്നിട്ട് അദ്ദേഹം തന്നെ പറയും എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. ഏതായാലും ഞാൻ അദ്ദേഹത്തിൻ്റെ വിഷയത്തിൽ കൂടുതലായിട്ടൊന്നും ചർച്ച ചെയ്യുന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഇപ്പോഴത്തെ കാലത്ത് ഒരു വാട്സപ്പ് പോലും ഇല്ലാത്ത ഒരു വ്യക്തികൾ കൂടി നമ്മുടെ സമൂഹത്തിൽ ഇല്ല എന്നുള്ളതാണ് ഈ ഒരു ജനറേഷനിൽ. അപ്പോൾ നമ്മൾ നല്ലോണം സൂക്ഷിക്കുക. ഒരാളെക്കുറിച്ച് എന്തെങ്കിലും അപവാദമോ അല്ലെങ്കിൽ ഒരു കുടുംബത്തിനെയോ അല്ലെങ്കിൽ എന്തെങ്കിലും നിങ്ങൾ താഴ്ത്തുന്ന രീതിയിൽ എഴുതി പോസ്റ്റ് ഇട്ടാലോ അല്ലെങ്കിൽ അവരെതിരായി സംസാരിക്കുമ്പോഴോ നല്ലവണ്ണം നിങ്ങൾ സൂക്ഷിക്കണം. കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടായി കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള കേസാണ് നിങ്ങൾക്ക് വരാൻ വേണ്ടി പോകുന്നത്. നിങ്ങൾക്കെന്നല്ല, എനിക്കും. ഇനിയിപ്പോൾ ഞാൻ യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്ന ആളാണ്. എനിക്കും. എല്ലാവരെ കുറിച്ചിട്ടാണ് ഞാൻ പറയുന്നത്. നല്ല രീതിയിൽ നിങ്ങൾ സൂക്ഷിക്കുക. മാത്രമല്ല ഇതിൽ ജാമീനില്ല വകുപ്പ് എന്നിങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ന്യൂസിൻ്റെ അകത്ത് കേൾക്കാൻ വേണ്ടി കഴിഞ്ഞു. ഏതായാലും അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹം എന്ത് തെറ്റുകൾ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ പുറത്തു വരാൻ അല്ലാഹു തൗഫീക്ക് നൽകട്ടെ എന്നാണ് എനിക്ക് പ്രാർത്ഥിക്കാനുള്ളത്. ഇൻഷാ അല്ലാഹ് ഇപ്പോഴത്തെ ജനറേഷനിൽ ചെറിയ കുട്ടികളടക്കം
യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്ന കാലഘട്ടമാണ്. മാത്രമല്ല സോഷ്യൽ മീഡിയകളൊക്കെ നല്ലവണ്ണം യൂസ് ചെയ്യുന്ന ആൾക്കാരാണ്. ചെറുപ്പക്കാരാണെങ്കിലും വയസ്സായവരാണെങ്കിലും അടക്കം യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്നുണ്ട്. യൂട്യൂബിൽ വീഡിയോ ചെയ്യുമ്പോൾ നല്ലവണ്ണം സൂക്ഷിക്കുക. മാത്രമല്ല സ്ത്രീകളെക്കുറിച്ച് എന്തെങ്കിലും അപവാദം പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ കേസിൻ്റെ സ്ട്രോങ് നല്ലവണ്ണം കൂടിയിട്ടാണ് ഉണ്ടാകുക. അപ്പോൾ എല്ലാവരും നല്ലവണ്ണം സൂക്ഷിച്ച് സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുക. ഇതിൻ്റെ ഒരു അപേക്ഷയായിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടോ ആണ് പറയുന്നതെന്ന് വിചാരിച്ചുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഏതായാലും വിശാൽ മീഡിയ അദ്ദേഹത്തിൻ്റെ ജയിലിലേക്ക് കൊണ്ടുപോകുന്നതായ അല്ലെങ്കിൽ പോലീസ് കൊണ്ടുപോകുന്നതായ ഒരു ദൃശ്യം നിങ്ങൾക്ക് ഞാൻ സ്ക്രീനിലൂടെ ഇട്ട് തരാം. ആദ്യം അതൊന്ന് കണ്ടു നോക്കുക. അതിനുശേഷം നമ്മുടെ ഷംനദ് ഷഹീദ് എന്ന് പറയുന്ന ആ വ്യക്തി അവർ ന്യൂസിനെ ഇങ്ങനെ വായിക്കുന്ന ഒരു ക്ലിപ്പും കൂടി ഞാൻ നിങ്ങൾക്ക് ഇവിടെ ഇട്ട് തരാം ഇൻഷാ അല്ലാഹ്. ഫേസ്ബുക്ക് പ്രൊഫൈലിൽ തന്നെയാണ് ആ ഒരു വീഡിയോയും പോസ്റ്റ് ചെയ്തത്. ആ വീഡിയോ കൂടി നമുക്കൊന്ന് കാണാം. ആ കുറിപ്പിങ്ങനെയാണ്: ഫക്രുദ്ദീൻ പന്താവൂർ അറസ്റ്റിൽ, 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്ത് സ്പെഷ്യൽ കോടതി. മലപ്പുറം. യുവതിയെ സമൂഹമാധ്യമങ്ങളിലൂടെ അപമാനിച്ച ഫക്രുദ്ദീൻ പന്താവൂർ അറസ്റ്റിൽ. ഹൈക്കോടതി ജാമ്യം നിഷേധിച്ച പ്രതി ഒളിവിൽ കഴിയവെയാണ് തൃക്കാക്കര ACPയുടെ നേതൃത്വത്തിൽ പ്രതിയെ കസ്റ്റഡിയിലെടുത്ത് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരമാണ് പോലീസ് കേസെടുത്തിട്ടുള്ളത്. കുറ്റകൃത്യത്തിനുപയോഗിച്ച മൊബൈൽ ഫോൺ പോലീസ് പിടിച്ചെടുത്തിട്ടുണ്ട്. പ്രതി പല ഗ്രൂപ്പുകളിലേക്കും ഈ വീഡിയോ അയച്ചു നൽകിയിട്ടുണ്ട് എന്നും അതിൽ അന്വേഷണം നടക്കുകയാണ് എന്നും പോലീസ് അറിയിച്ചു. പ്രതിയെ കോടതിയിൽ ഹാജരാക്കി 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. എറണാകുളം ജില്ലാ ജയിലിലാണ് പ്രതി. ഇതാണ് ഇൻഷാ അല്ലാഹ് ഏതായാലും ഈ ഒരു വീഡിയോയുടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ്. നല്ലവണ്ണം സൂക്ഷിച്ച് സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുക എന്ന് മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. ആ വ്യക്തിയെക്കുറിച്ച് ഒരു അപരാധവും എനിക്കിതുവരെയായിട്ടും കേൾക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. നല്ലൊരു വ്യക്തിയായിരുന്നു. അപ്പോൾ ഇവിടെ എന്താണ് സത്യാവസ്ഥ എന്നറിയാതെ നമ്മൾ സംസാരിക്കുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. ഇൻഷാ അല്ലാഹ് വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ്.